വാർത്തകളിൽ ഒരുപാട് ഇടം പിടിച്ച തിരുവനന്തപുരത്തെ വിഴിഞ്ഞം ഹാർബറിനടുത്തുള്ള ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഞാനിന്ന് നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. 1965 മുതൽ ഈ ഗുഹാക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു വരുന്നു. ഒരു മത്സ്യബന്ധന കേന്ദ്രമായ വിഴിഞ്ഞം ഒരിക്കൽ ഒരു രാജ്യ തലസ്ഥാനമായിരുന്നു. കേരളം 3 പ്രബല നാട്ടുരാജ്യങ്ങളായി നിലനിൽക്കുന്നതിന് വളരെ മുൻപ് തന്നെ AD 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ആയി എന്നു പേരുള്ള ഒരു രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അന്നത്തെ നാഞ്ചിനാട് എന്നറിയപ്പെട്ടിരുന്ന കന്യാകുമാരി ജില്ലയും അതുപോലെ തന്നെ പമ്പ വരെയുള്ള പശ്ചിമഘട്ടത്തിൻ്റെ മലയോര പ്രദേശങ്ങളും ചേർന്ന ഒരു ഭൂവിഭാഗം ഭരിച്ചിരുന്നത് ആയി രാജവംശമായിരുന്നു. കേരളത്തിൽ അധികമൊന്നുമില്ലെങ്കിലും പല സ്ഥലങ്ങളിലുമായി കാണപ്പെട്ടിരുന്ന ഗുഹാക്ഷേത്രങ്ങൾ ആയി രാജവംശത്തിൻ്റെതാണെന്ന് കരുതപ്പെടുന്നു. മഹാബലിപുരത്തെ ഷോർ ടെമ്പിൾ പോലെ തന്നെ ഒറ്റക്കല്ലിൽ പാറ തുരന്നാണ് പല്ലവ മാതൃകയിൽ തീർത്ത ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ഈ ക്ഷേത്രത്തിനുള്ളിൽ പൂർത്തീകരിക്കാത്ത ഒരു ശിവപാർവതി ശില്പവും ഇടതുവശത്തായി നടരാജ ശില്പവും കാണാവുന്നതാണ്. ഈ ശില്പങ്ങളെല്ലാം പല്ലവ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വിഴിഞ്ഞത്തെ ഈ ഗുഹാക്ഷേത്രത്തിൽ വീണാധര ദക്ഷിണമൂർത്തിയാണ് പ്രതിഷ്ഠ. പ്രശസ്ത ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായ ടോളമി കേരളത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ പമ്പ മുതൽ കന്യാകുമാരി വരെ ആയി രാജവംശത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ആയിരുന്നുവെന്ന് പറയുന്നു. 10-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്തെ പ്രധാന ശക്തികൾ ആയി രാജാക്കന്മാരായിരുന്നുവെന്ന് ചരിത്രകാരന്മാരും പറയുന്നു. മധ്യകാലഘട്ടത്തിലെ ആയി രാജാക്കന്മാർ യാദവ വൃഷ്ണി തായ്വഴിയിൽ നിന്ന് വന്നതായാണ് വേണാട് തിരുവിതാംകൂർ രാജാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത്. ചതയൻ കരുണാനന്ദൻ, ശ്രീവല്ലഭൻ എന്നറിയപ്പെട്ട കരുണാനന്ദടക്കൻ, വിക്രമാദിത്യ വരഗുണ എന്നിവർ ആയി രാജവംശത്തിലെ വിഴിഞ്ഞത്തുണ്ടായിരുന്ന സാമന്ത രാജാക്കന്മാരിൽ പ്രസിദ്ധരായിരുന്നത്രേ. ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം കേരളത്തിൻ്റെ പുരാതനമായ ഒരു രാജവംശത്തിൻ്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ ഒരു ബാക്കിപത്രം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.